നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു. 4 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി അലിയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കാണ് വാൻ ട്രെയിലറുമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത്. റിയാദിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ അൽ റെയിനിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. റിയാദിലെ സുലൈൽ നിന്ന് അബഹയിലേക്ക് വാനിൽ പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത്. അൽ റെയിനിൽ വാൻ ട്രെയിലറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടാകുന്നത്. പരിക്കേറ്റവരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പരിക്കേറ്റവർ അൽ റെയിൻ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. റിയാദ് KMCC വെൽഫെയർ വിംഗ് ചെയർമാൻ സിദ്ദീഖ് തുവൂർ, അൽ റെയിൻ KMCC ഭാരവാഹി ഷൗക്കത്ത് എന്നിവർ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട്. പരേതനായ അബ്ദു സൈനബ ദമ്പതികളുടെ മകനാണ് അലി. അലിക്ക് ഭാര്യയും 3 മക്കളുമാണ് ഉള്ളത്. ഭാര്യ റംസീന, മക്കൾ K അദ്നാൻ, K ഐമൻ, K അമാൻ എന്നിവരാണ്. മൃതദേഹം സൗദിയിൽ തന്നെ ഖബറടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുള്ള നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ റിയാദ് KMCC പ്രവർത്തകർ തന്നെ രംഗത്തുണ്ട്. അതേസമയം സൗദിയിൽ ഉംറ നിർവഹിച്ച ശേഷം മടങ്ങവേ വാഹനാപകടത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ 5 പേരാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. മക്ക റിയാദ് റോഡിൽ തിങ്കളാഴ്ചയാണ് ഈ അപകടമുണ്ടായത്. UAEയിൽ നിന്നെത്തിയ ജോർദാൻ കുടുംബത്തിലെ 5 പേരാണ് മരിച്ചത്. ഉംറ നിർവഹിച്ച ശേഷം കുടുംബം UAEയിലേക്ക് മടങ്ങുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത്. പിതാവും മാതാവും 4 മക്കളുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പിതാവ് മാലിക് അക്രം, മക്കളായ അക്രം, മായ, ധന, ദീമ എന്നിവരാണ് മരിച്ചത്. മാതാവ് വലിയ പരിക്കുകളൊന്നും ഏൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. മരിച്ചവരെ ഹുഫൂഫ് മേഖല കിങ് ഫഹദ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മൃതദേഹങ്ങൾ കൈമാറുന്നതിന് നടപടികൾ പൂർത്തീകരിക്കാൻ സൗദിയിലെ ജോർദാൻ എംബസി രംഗത്തുണ്ട്. അതുപോലെ സൗദി അറേബ്യയിലെ അൽ ഹസയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിന് തീപിടിച്ചു. ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു. തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. സ്കൂൾ വിട്ടതിനു ശേഷം അൽ ഹസയിൽ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊടും ചൂടും ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടുമാണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് അധികൃതർ വ്യക്തമാക്കി. തീ പടരുന്നത് കണ്ട ഉടൻ തന്നെ ബസ്സിലെ ഡ്രൈവർ ബസ് നിർത്തി മുഴുവൻ വിദ്യാർത്ഥികളെയും പുറത്തെത്തിച്ചിരുന്നു. അതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.